പ്രിയപ്പെട്ട കുട്ടികളെ, 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 2ാമത്തെ യൂണിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. വെള്ളപ്പൊക്ക കാലത്തിന് ശേഷമാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്. നിങ്ങളുടെ കൂടെ ഞാനുണ്ട് എന്നുള്ള ബോധ്യത്തോടുകൂടി തന്നെ നമുക്ക് 2ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ സോഷ്യൽ സയൻസിൻ്റെ പുസ്തകവും അതോടൊപ്പം തന്നെ ഒരു റഫ് ബുക്ക്, ഒരു പേന, ഇവ നിങ്ങളുടെ സമീപത്തുണ്ടായിരിക്കുന്നത് നല്ലതാണ്. 2ാമത്തെ സോഷ്യൽ സയൻസിൻ്റെ 2ാമത്തെ അധ്യായം എന്ന് പറയുന്നത് മധ്യകാല ഇന്ത്യ, സമൂഹം, വിഭവങ്ങൾ, വാണിജ്യം അല്ലെങ്കിൽ കച്ചവടം എന്നുള്ളതാണ്. Children, the second unit of social science is about medieval India, its resources, society and trade. All of you are welcome to the social science class. 1ാമത്തെ അധ്യായത്തിൽ നിങ്ങൾ മുഗൾ രാജവംശത്തെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അവിടെ നിങ്ങൾ അക്ബർ നാമ എന്ന് പറയുന്ന ഗ്രന്ഥത്തെക്കുറിച്ച് വായിച്ച് അറിവ് നേടിയിട്ടുള്ളതാണ്. മുഗൾ രാജവംശത്തിലെ വളരെ പ്രശസ്തനായ ഭരണാധികാരി ആയിരുന്നു അക്ബർ എന്ന് നിങ്ങൾക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ കാലത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഭരണകാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്ന ഗ്രന്ഥമാണ് അക്ബർ നാമ. 2ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ആരംഭ ഘട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ബാബർ നാമ എന്നൊരു ഗ്രന്ഥത്തെക്കുറിച്ചാണ്. ഒരു വായനാ വിഭവമായിട്ടാണ് നിങ്ങൾക്കിത് നൽകിയിരിക്കുന്നത്. ആരായിരുന്നു ബാബർ? മുഗൾ രാജവംശത്തിന് ഇന്ത്യയിലെ അടിത്തറ പാകിയ ഭരണാധികാരിയായിരുന്നു ബാബർ. അപ്പോൾ ബാബറിൻ്റെ കാലഘട്ടത്തെക്കുറിച്ച്, ഇന്ത്യയിലെ മധ്യകാല കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സവിശേഷതയെക്കുറിച്ച് അറിവ് നേടുവാനും നമുക്ക് സാധിക്കും. എല്ലാ കുട്ടികളും 2ാമത്തെ യൂണിറ്റിന് ആദ്യത്തെ പേജിൽ ബാബർനാമയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് കുറിപ്പ് തയ്യാറാക്കാനായിട്ട് ശ്രമിക്കും. സോ ചിൽഡ്രൻ, ഇൻ ദ ഫസ്റ്റ് യൂണിറ്റ് you studied about Akbar Nama, the most famous ruler of the Mughal dynasty was Akbar. There we got a lot of ideas about Mughal dynasty. In this new unit, you are starting with the reading material, that is Babar Nama. Who was Babar? The great ruler who laid the foundation of Mughal dynasty in India during the Middle Age. Now, all of you read Babar Nama given in your text. Read and write your findings in your notebooks. വായിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇവയൊക്കെയാണോ എന്നൊന്ന് പരിശോധിക്കുക. ഒന്നാമതായിട്ട്, ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ ഉണ്ടായിരുന്ന പ്രകൃതി വിഭവങ്ങളെക്കുറിച്ച് ഒരറിവ് നേടുവാനായിട്ട് സാധിക്കും. ഇന്ത്യയുടെ വൈവിധ്യത്തെക്കുറിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷയിൽ, സംസ്കാരത്തിൽ, വേഷവിധാനത്തിൽ, ഭക്ഷണത്തിൽ, വിഭവങ്ങളുടെ വിതരണത്തിൽ ഒക്കെ വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ എന്ന കണ്ടെത്തൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3ാമതായിട്ട്, ഭാരതത്തിൻ്റെ അക്കാലത്തുണ്ടായിരുന്ന അഭിവൃദ്ധി, അത് രാജ്യത്തിന് മാത്രമല്ല ജനങ്ങൾ അഭിവൃദ്ധിയാണെന്നും കൂടി മനസ്സിലാക്കുക. വിദേശികൾക്ക് നമ്മുടെ ഭാരതത്തോട് ഉണ്ടായിരുന്ന പ്രത്യേക താല്പര്യത്തിൽ അവർക്കുണ്ടായ ആകർഷണത്തിൻ്റെ പ്രധാന കാര്യങ്ങളെക്കുറിച്ചും ഇതിൽ സൂചിപ്പിക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കാം. സോ ദ ബേസിക് പോയിന്റ്സ് ആർ: നമ്പർ 1, ഡൈവേഴ്സിറ്റി ഇൻ ഇന്ത്യ. ഡ്രസ്സസ്, ഫുഡ് ഐറ്റംസ്, കൾട്ടിവേഷൻ, ജോഗ്രഫിക്കൽ ആൻഡ് ഇൻ ഓൾ ഏരിയാസ് there one can see diversity or differences. Second one is that plenty of resources and variety of resources in India. Third one, the prosperity of India during the Middle Age. And the fourth one, the great attraction by the foreigners to India. In relation to this topic, we can understand one thing more. During the early period, India was known by Bharata or Hindustan.
കുട്ടികളെ, ഈ അറിവോടുകൂടി അല്ലെങ്കിൽ ഈ അറിവിനോടുകൂടി നമ്മൾ കൂട്ടിച്ചേർക്കേണ്ട ഒരു സംഗതിയാണ്, ഒരു കാലത്ത് നമ്മുടെ രാജ്യം ഹിന്ദുസ്ഥാൻ എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ ഇന്ത്യ, ഭാരതം, ഹിന്ദുസ്ഥാൻ എന്നീ പേരുകൾ അറിയപ്പെടുന്നു എന്നുള്ള അറിവ് കൂടി നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, 1-ാം അധ്യായത്തിൽ തന്നെ നിങ്ങൾ പരിചയപ്പെട്ട ഒരു പ്രധാന കാര്യമാണ് സാമൂഹ്യശാസ്ത്ര പഠന രംഗത്ത് യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾക്ക് ട്രാവലോഗ് എന്ന് ഇംഗ്ലീഷ് പറയും. അവയ്ക്ക് നല്ല പ്രാധാന്യമുണ്ടെന്ന് നിങ്ങൾ കണ്ടെത്തിയാണ്. അന്നത്തെ കാലഘട്ടത്തെ ജനങ്ങളുടെ ജീവിത രീതി, ഭരണക്രമങ്ങൾ, കച്ചവടം, സാംസ്കാരികം, സമൂഹത്തിൻ്റെ ജീവിത രീതി ഇവയൊക്കെ മനസ്സിലാക്കാനായിട്ട് യാത്രാ വിവരണ ഗ്രന്ഥങ്ങൾ നമ്മെ സഹായിച്ചിട്ടുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ മധ്യേഷ്യൻ സഞ്ചാരിയായിരുന്ന അൽ ബിറൂനി മധ്യകാലഘട്ടത്തിൽ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. മധ്യകാലഘട്ടത്തിൽ അദ്ദേഹം കണ്ടെത്തിയ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കുറിപ്പിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. എന്തൊക്കെയാവും അദ്ദേഹത്തിൻ്റെ പ്രധാന ആശയങ്ങൾ? ഒന്ന് വായിച്ച് കണ്ടെത്തുക. ഡ്യൂറിംഗ് ദ മിഡിൽ ഏജ് we know that so many travelers visited India. In the first unit itself, we familiarized with travelogues. Travelogues are rich resources of the situation of India during the early periods. In the second unit, you are going to familiarize with a famous traveler from Middle Asia named as Al-Biruni. So now you are going to read his travelogue and try to find out what are the new ideas that we can collect from his travelogue. കുട്ടികളെ, നിങ്ങൾ വായിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കണ്ടെത്തിയ കാര്യങ്ങൾ കുറിച്ചെങ്കിൽ ഇതൊന്ന് പരിശോധിച്ച് നോക്കിക്കേ. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്നാമതായിട്ട്, കർഷകർ ഭൂമിയിൽ കൃഷി ചെയ്യുന്നതിന് ഒരു നികുതി ഏർപ്പെടുത്തിയിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് നികുതി? ജനങ്ങളുടെ വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം സർക്കാരിലേക്ക് നൽകുന്ന പ്രക്രിയയ്ക്കാണ് നികുതി എന്ന് പറയും. 2, അന്നത്തെ പ്രധാന തൊഴിൽ മാർഗങ്ങളൊന്നായിരുന്നു കന്നുകാലി വളർത്തൽ, കന്നുകാലികളെ മേയ്ക്കൽ. അങ്ങനെ അത് ജോലിയായിട്ട്, തൊഴിലായിട്ട് എടുത്തിരുന്ന ആൾക്കാർ അവർക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം സർക്കാരിലേക്ക് നികുതിയായിട്ട് നൽകിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. 3-ാമതായിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും കച്ചവടക്കാരാണ്. കച്ചവടം ചെയ്ത് ജീവിച്ചിരുന്ന ആൾക്കാർ അവർക്ക് ലഭിച്ചിരുന്ന വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത ഭാഗം സർക്കാരിലേക്ക് നികുതിയായിട്ട് നൽകിയിരുന്നു. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്ക് കണ്ടെത്തേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അക്കാലത്ത് മധ്യകാലഘട്ടത്തിൽ ശേഖരിച്ചിരുന്ന മൊത്തം നികുതിയുടെ 1/6 ഭാഗം സർക്കാർ രാജ്യ സംരക്ഷണത്തിനു വേണ്ടി, ജനങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി വിനിയോഗിച്ചിരുന്നു എന്നുള്ള ഒരു നല്ല ആശയം നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. സോ ദ വേരിയസ് പോയിന്റ്സ് we can find out from the topic are: number 1, tax to the government for the cultivation. Second one, tax to the government for cattle grazing. Third one, tax given by the traders to the government. And the fourth one is a different point. See, the government spent 1/6 of the total collection of the revenue or tax for the protection and the prosperity of or the welfare of the people. അങ്ങനെ മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഭരണ സംവിധാനത്തിലെ നേതൃത്വം കൊടുക്കുന്ന ഭരണകർത്താക്കള് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഉയർച്ച, ജനങ്ങളുടെ പുരോഗതി, രാജ്യപുരോഗതി, ജനക്ഷേമ തൽപരരായ ഭരണകർത്താക്കൾ ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്നത്തെ കാലഘട്ടവുമായിട്ട് താരതമ്യ പഠനം നടത്തുവാൻ കൂടി നമുക്ക് ഈ ഒരു ഭാഗം നമ്മളെ സഹായിക്കണം. പ്രിയപ്പെട്ട കുട്ടികളെ, ഈ കാലഘട്ടത്തിൽ കൃഷി ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മാധ്യമം ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. കൃഷിക്ക് അനുയോജ്യമായതും അതേസമയം കൃഷി ചെയ്യുവാനായിട്ട് സാധിക്കാതിരുന്ന കുറേ കൃഷിഭൂമികൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ കഠിനാധ്വാനികളായ ധാരാളം കർഷകർ, മണ്ണിനെ സ്നേഹിച്ചിരുന്ന, മണ്ണിന്റെ മണം അറിഞ്ഞിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവർ ആ ഭൂമി ഏറ്റെടുക്കുകയും അവിടെ നല്ല രീതിയിൽ കൃഷി ചെയ്യുകയും
ആ കൃഷി ചെയ്തതിൻ്റെ പ്രതിഫലമായിട്ട് സർക്കാരുകൾ അവർക്ക് കൃഷി ചെയ്തിരുന്ന ഭൂമി പിന്നീട് അവർ ഉടമസ്ഥാവകാശത്തിൽ നൽകുകയും ചെയ്തു എന്നുള്ള കണ്ടെത്തലിലേക്ക് നമുക്ക് എത്തിച്ചേരാം. സോ ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് agriculture was the prime occupation. People used almost all land areas, but those lands which are suitable for agriculture but not cultivating were taken by some farmers who were so interested in culture, especially agriculture, and loved the smell of the soil. They started cultivation, they did hard work, they produced more, so that the government gave those lands to the farmers, see, as their own ownership or the land possessed by them. സ്വന്തം ഉടമസ്ഥ അവകാശത്തിലേക്ക് ആ കൃഷിഭൂമി നൽകി ആ ജനങ്ങളെ സഹായിച്ചത് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ കടക്കുന്നത് കൃഷി എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഒരു വരദാനമാണ്. പ്രകൃതിയെ ആശ്രയിച്ച് കഴിയുന്നു. കാലാവസ്ഥകൾ മാറാം, സാഹചര്യങ്ങൾ മാറാം. അപ്പോൾ ആ കാലഘട്ടത്തിൽ കൃഷിയുടെ വികസനത്തിന് വേണ്ടി എന്തൊക്കെ നല്ല കാര്യങ്ങളാണ് അന്നത്തെ ഭരണകർത്താക്കൾ ചെയ്തു എന്ന് നമുക്ക് പുസ്തകം വായിച്ച് കണ്ടെത്താം. നിങ്ങളുടെ പുസ്തകത്തിൽ പേജ് നമ്പർ 22 ഒന്നെടുക്കും. അവിടെ ആ കാലത്തിൽ കൃഷിക്ക് ആവശ്യമായ എന്തൊക്കെ കാര്യങ്ങളാണ് അന്നത്തെ ഭരണകർത്താക്കൾ ചെയ്തു കൊടുത്തിരുന്നത് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഒന്ന് വായിച്ച് അവ ഒന്ന് കണ്ടെത്തുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിയത്? അവിടെ ആവശ്യത്തിന് ജലസേചന പദ്ധതികൾ, മഴയെ ആണ് കർഷകർ കൂടുതൽ ആശ്രയിക്കുന്ന നമുക്കറിയാം. എന്നാൽ മഴ അനുകൂലമല്ലാത്ത, മഴ ലഭ്യമല്ലാത്ത കാലഘട്ടങ്ങൾ കൃത്രിമമായ മാർഗം, അതാണ് ജലസേചന പ്രക്രിയകൾ, ജലസേചന പദ്ധതികൾ സർക്കാർ ആരംഭിച്ചു. കർഷകർക്ക് ഉയർന്ന ഗുണനിലവാരമുള്ള വിത്തനങ്ങൾ നൽകുവാനായിട്ട് അന്നത്തെ സർക്കാരുകൾക്ക്, അന്നത്തെ ഭരണകർത്താക്കൾക്ക് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൂടാതെ ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ കൃഷിനാശം സംഭവിക്കും. നമുക്കറിയാം, നമ്മുടെ വെള്ളപ്പൊക്ക കാലഘട്ടം പോലെ സംഭവം നടക്കുന്ന സമയത്ത് കർഷകർക്ക് കൈത്താങ്ങായിട്ട്, അവർക്ക് സംരക്ഷണമായിട്ട് അവർ പലതരത്തിലുള്ള ഇളവുകൾ, സർക്കാർ പലതരത്തിലുള്ള ഇളവുകൾ നൽകിയതായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഫോർ ദ പ്രോഗ്രസ് ഓഫ് ദി അഗ്രികൾച്ചർ, ദി rulers started irrigation facilities. They provided high-yielding varieties of seeds, and during the natural calamities, if they face any crop failure, government was with them. Government gave so many concessions for or helpings for financial aids for the farmers. കൃഷിക്കാർക്ക് അനുകൂലമായിട്ടുള്ള സർക്കാരുകൾ അല്ലെങ്കിൽ അന്നത്തെ ഭരണകർത്താക്കളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെന്നും, കൂടാതെ കൃഷിക്ക് നല്ല പ്രാധാന്യം, കൃഷി തന്നെ ഏറ്റവും പ്രധാന തൊഴിൽ മാർഗമായിട്ട് ഭരണകർത്താക്കൾ കരുതി, ജനങ്ങൾ കരുതി, അതനുസരിച്ചുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പേജ് 23 നമുക്കൊന്നുകൂടെ കടന്നു പോവാം. ആ ഭാഗം വായിക്കുമ്പോഴത്തേക്ക് പലതരത്തിലുള്ള തൊഴിലുകൾ കൃഷിയോട് അനുബന്ധിച്ച് നിലനിന്നിരുന്നതായിട്ട് നമുക്ക് കണ്ടെത്താം. എന്തൊക്കെ തൊഴിലുകളാണ് കൃഷിക്ക് അല്ലെങ്കിൽ കൃഷിയുടെ തുടർച്ചയായിട്ട് അന്ന് നിലനിന്നിരുന്ന എന്തൊക്കെ തരത്തിലുള്ള തൊഴിലുകളാണ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഓൾ ഓഫ് യു റെഫർ ദ പേജ് 23. There you can understand that agriculture was the prime occupation or most important job. But in correlation with the agriculture, so many other occupations existed. Now, you may read page number 23 and find out what were the other occupations existed in relation with the agriculture. ഒന്ന്, ലോഹ പണികൾ, ലോഹ വസ്തുക്കൾ, മെറ്റൽ കൊണ്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഉപകരണങ്ങൾ, ആയുധങ്ങൾ ഒക്കെ നിർമ്മിച്ചിരുന്നു, പ്രത്യേകിച്ച് കൃഷി ആയുധങ്ങൾ. രണ്ടാമതായിട്ട് വിവിധ തരത്തിലുള്ള തടിപ്പണികൾ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. മൂന്നാമതായിട്ട് നൂൽ കോർക്കൽ, തുണി നെയ്യൽ എന്നിവ. അടുത്തതായിട്ട് തുണിക്ക് നിറം നൽകുന്ന ഒരു പ്രത്യേകതരം തൊഴിൽ കൂടി അന്ന് നിലനിന്നിരുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. നമ്പർ 1, മെറ്റൽ വർക്ക്സ്. യൂസിംഗ് ദ മെറ്റൽസ്
different types of tools, then machines and other items were prepared. Second one is carpentry work. That means the works in relation with the wood items. Third one, spinning and weaving. And the last one is dyeing work. That is, after making the cloth, giving the cut. So all these things are in relation with the agriculture. At that time, remember that agriculture was the prime occupation, but in coexistence with, in correlation with the agriculture, other occupations also existed. ശ്രദ്ധിക്കുക, ഗ്രാമീണ മേഖലയിൽ ജനങ്ങൾ പരുത്തി, നീലം, അതോടൊപ്പം തന്നെ സിൽക്ക് എന്നിവ ധാരാളമായി ഉൽപ്പാദിപ്പിച്ചിരുന്നതായിട്ട് നമുക്ക് പുസ്തകത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. ഗ്രാമീണ മേഖലയിലാണ് കൃഷിക്ക് ഏറ്റവും പ്രാധാന്യം. നഗരത്തിലെ കൃഷിക്ക് പ്രാധാന്യം കുറയുമെന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അന്നത്തെ കർഷകർ, അന്നത്തെ ജനങ്ങൾ ധാരാളം പരുത്തി, അതാണ് ഇംഗ്ലീഷ് കോട്ടൺ എന്ന് പറയും, പിന്നെ നീലം, അതോടൊപ്പം തന്നെ സിൽക്ക്, ഇങ്ങനെയുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ച് ഗ്രാമത്തിൽ വിൽപ്പനയ്ക്ക് സാധ്യത കുറവുള്ളതുകൊണ്ട് അവരെ നഗരങ്ങളിലേക്ക് വന്ന് അവ വിറ്റിരുന്നതായിട്ടും അവയിൽ നിന്ന് ലാഭം അവർ നേടിയിരുന്നതായിട്ടും നമുക്ക് പുസ്തകത്തിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. സോ ഡ്യൂറിംഗ് ദ മിഡിൽ ഏജ് ഇൻ വില്ലേജ് ഏരിയാസ് ദ പീപ്പിൾ കൾട്ടിവേറ്റഡ് കോട്ടൺ, ഇൻഡിഗോ, silk and so many other related items. They produced the products and they brought these products to the townships and sold the products, and also they got great profit from that areas. ഇനി നമ്മൾ കടക്കുന്ന പ്രധാനപ്പെട്ട പോർഷൻ എന്ന് പറയുന്നത് ടൗൺസ് ആൻഡ് ട്രേഡ്, അല്ലെങ്കിൽ നഗരങ്ങളും വാണിജ്യവും എന്ന് പറയുന്ന ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പ്രിയപ്പെട്ട കുട്ടികളെ, കൃഷി എന്ന് പറയുന്ന കാര്യത്തിൽ നിന്ന് കൃഷിയോടനുബന്ധിച്ചുള്ള മറ്റ് തൊഴിലിനങ്ങളിലേക്ക് നമ്മൾ കടന്നു. വീണ്ടും നമ്മൾ നഗരങ്ങളിലേക്കും അതുപോലെ വാണിജ്യത്തിലേക്കും നമ്മൾ കടക്കാനായിട്ട് പോവുകയാണ്. സോ ഓൾ ഓഫ് യു സി പേജ് നമ്പർ 23. Read description given by a traveler, that is Niccolo Conti. He was an Italian traveler. What are his findings? Try to read and prepare some writings about them. കുട്ടികളെ, നിങ്ങൾ പേജ് നമ്പർ 23 ഒന്ന് ശ്രദ്ധിക്കുക. അവിടെ നിങ്ങൾ ഒരു യാത്രാ വിവരണം, അത് നിക്കോളോ കോണ്ടി എന്ന് പറയുന്ന ഇറ്റലിക്കാരനായ ഒരു സഞ്ചാരി ഇന്ത്യ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം ആ കാലഘട്ടത്തിലെ പട്ടണങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ നഗരങ്ങളെക്കുറിച്ചും വാണിജ്യത്തെക്കുറിച്ചുള്ള കുറിപ്പാണ് നൽകിയിരിക്കുന്നത്. എന്തൊക്കെ വിവരണങ്ങളാണ് അതിനകത്ത് നൽകിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടെത്താം. എന്തൊക്കെയാണ് ഒന്ന് കണ്ടെത്താമോ? ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്ന നിക്കോളോ കോണ്ടി നൽകുന്ന വിവരണമാണ് നമ്മളെ കഴിഞ്ഞ യൂണിറ്റിൽ നാം പഠിച്ച വിജയനഗര സാമ്രാജ്യത്തെക്കുറിച്ചുള്ള അറിവ്. നിങ്ങൾക്കറിയാം, ഹരിഹർ, ബുക്കൻ എന്നീ പറയുന്ന ബുക്കൻ എന്ന് പറയുന്ന രണ്ടുപേരാൽ നിർമ്മിക്കപ്പെട്ടതും കൃഷ്ണദേവരായർ എന്ന് പറയുന്ന ഏറ്റവും മികവാർന്ന ഒരു ഭരണകർത്താവിനാൽ നയിക്കപ്പെട്ടതുമായ ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് അതിൽ നൽകിയിരിക്കുന്നത്. സോ ഹിയർ the description is about Vijayanagara. We studied about Vijayanagara dynasty in the first unit. Two portions are so important there. They are Harihara book, and the most important ruler was that Krishna Devaraya. He was so famous in administration. He was a lover of the people. Here, agriculture got maximum prosperity. Products such as cotton, spices, ivory, pearl, etc. were attracted by the foreign traders. So many foreign traders came to India during the Middle Age. ഈ കാലഘട്ടം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, കൃഷിക്ക് നല്ല രീതിയിൽ പുരോഗതി ലഭിച്ചിരുന്നു. മറ്റ് വിഭവങ്ങളായ പരുത്തി, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങി ഏറ്റവും പ്രധാനപ്പെട്ട വിദേശത്തുള്ള ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിഭവങ്ങൾ ഉൽപ്പാദിപ്പിച്ചിരുന്നതായും അതിൻ്റെ പ്രശസ്തി മറ്റ് രാജ്യങ്ങൾ ചെന്നെത്തിയതിനാൽ
വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിദേശികൾ ധാരാളം നമ്മുടെ ഇന്ത്യ ആ മധ്യകാലത്ത് സന്ദർശിച്ചിരുന്നതായിട്ടും അതിന്റെ ഫലമായിട്ട് കച്ചവടം വികസിച്ചു എന്നുള്ള കണ്ടെത്തലിലേക്ക് നമുക്ക് ചെന്നെത്താൻ സാധിക്കും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പുസ്തകം ഒന്ന് നോക്കി, പുസ്തകം പേജ് നമ്പർ 24 നോക്കിക്കേ. ആ 24ാമത്തെ പേജിലെ കുറേ വിദേശ സഞ്ചാരികളെക്കുറിച്ച് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവരുടെ പേരുകളൊന്ന് ചിട്ടപ്പെടുത്താൻ സാധിക്കുമോ? സോ ഓൾ ഓഫ് യു സി പേജ് നമ്പർ 24. ജസ്റ്റ് റീഡ് ദ ടോപ്പിക് ആൻഡ് ക്യാൻ യു ലിസ്റ്റ് ഔട്ട് ദ നെയിംസ് ഓഫ് ദി ഫോറിനേഴ്സ് ഹു കെയിം ടു ഇന്ത്യ ഫോർ ട്രേഡിംഗ് പർപ്പസസ്. ആരൊക്കെയാണ് അവർ? നമ്പർ 1 ദ ചൈനീസ്, ദെൻ ആരബ്സ്, പോർട്ടുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ് ആൻഡ് ദ ഫ്രഞ്ച്. 1 ചൈനക്കാർ, 2 അറേബ്യൻകാർ, 3 പോർട്ടുഗീസുകാർ, 4 ഡച്ചുകാർ, 5 ഇംഗ്ലീഷുകാർ, 6 ഫ്രഞ്ചുകാരായിട്ടുള്ള ആൾക്കാർ. കൃഷിക്ക് ഏറ്റവും അധികം പുരോഗതി ഉണ്ടായി. വിവിധ വിഭവങ്ങളായ പരുത്തി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ചന്ദനം തുടങ്ങിയ സാധന സാമഗ്രികൾ ധാരാളം ഉത്പാദിപ്പിക്കപ്പെടുകയും ഇവ വിദേശ വ്യാപാരികൾക്ക് ഏറ്റവും ആകർഷണീയമായിട്ട് മാറ്റപ്പെടുകയും ചെയ്തു. മാത്രമല്ല ഇതിന്റെ ഫലമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മുടെ രാജ്യത്ത് പല വിഭവങ്ങളും കയറ്റുമതി ചെയ്യുവാനായിട്ട് സാധിക്കുകയും ചെയ്തു. കൂടാതെ കോഴിക്കോട്, അതാണ് ഇംഗ്ലീഷിൽ കാലിക്കട്ട് എന്ന് പറയുന്നത്, അവിടെ നിന്ന് പരുത്തി സാമഗ്രികൾ അല്ലെങ്കിൽ പരുത്തി തുണി നിർമ്മിത സാമഗ്രികൾ ധാരാളം മറ്റു സ്ഥലങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്നു എന്ന് നമുക്ക് ചരിത്രരേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഈ പരുത്തി തുടങ്ങിയ വസ്തുക്കള് കോഴിക്കോട് അല്ലെ കാലിക്കട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കപ്പൽ മാർഗം കയറ്റുമതി ചെയ്തിരുന്നതിനാൽ ആ കോഴിക്കോടിനെ കാലിക്കോ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. സ്റ്റുഡൻസ്, when we refer the text, we can see that agricultural products were more important during that time. Along with the different types of agricultural products, spices, cotton, then sandal, and so many other items were produced and they were attracted by the foreigners. And such products were exported to the other countries so that our people, our nation got more wealth or prosperity by exporting. And during that time, see Kozhikode or Calicut, from where cotton products were exported. They were exported by using the ships. So that may be the reason why in history, Calicut, during that period, the products which were exported to the other countries and such products were collectively called Calicut. ഇപ്പോൾ കോഴിക്കോട്ട് നിന്ന്